സ്റ്റോക്ക് മാർക്കറ്റിലെ വിവിധ തരത്തിലുള്ള ഓർഡർ ടൈപ്പുകൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോ പ്ലേലിസ്റ്റിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് സെറോദയുടെ വെബ് പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഒരു സ്റ്റോക്കിനെ ബൈ ചെയ്യാമെന്നുള്ള കാര്യം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഡിസ്കസ് ചെയ്യാം. ഫണ്ട് ആഡ് ചെയ്യുന്നത് മുതൽ എങ്ങനെ നമുക്ക് മാർക്കറ്റ് ഓർഡർ ഉപയോഗിച്ചുകൊണ്ട് ഒരു സ്റ്റോക്കിനെ ബൈ ചെയ്യാം, അതായത് കറൻറ്റ് മാർക്കറ്റ് പ്രൈസിൽ എങ്ങനെ ഒരു സ്റ്റോക്കിനെ ബൈ ചെയ്യാം, ബൈ ചെയ്ത സ്റ്റോക്കിനെ എങ്ങനെ വിൽക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് സ്ക്രീൻ റെക്കോർഡ് സഹിതം തന്നെ കണ്ട് മനസ്സിലാക്കാം. ഞാൻ എൻ്റെ സെറോദയുടെ യൂസർ നെയിമും പാസ്വേഡും കൊടുത്തിട്ട് എൻ്റെ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ നോക്കുന്ന സമയത്ത് എൻ്റെ ഡാഷ്ബോർഡ് നോക്കുന്ന സമയത്ത് അവൈലബിൾ ആവുന്ന മാർജിനൊക്കെ 0 ആണ്. ഞാൻ ഇതുവരെ ഇതിലേക്ക് ഫണ്ട് ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു സ്റ്റോക്ക് ബൈ ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് ഫണ്ട് ആഡ് ചെയ്യുക എന്നുള്ള പ്രൊസീജിയറാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ട്രേഡിംഗ് അക്കൗണ്ട് ഏത് തന്നെ ആയാലും അതിൽ ഫണ്ട് ആഡ് ചെയ്യാനുള്ള ഒരു സെഷൻ ഉണ്ടാവും. ഇപ്പോൾ നിലവിൽ എൻ്റെ കയ്യിൽ ഫണ്ടൊന്നും ആഡ് ചെയ്തിട്ടില്ല, എല്ലാം 0 ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ എങ്ങനെ ഫണ്ട് ആഡ് ചെയ്യാം എന്നുള്ള കാര്യം നോക്കാം. നമുക്ക് 0 കോസ്റ്റിൽ UPI ഉപയോഗിച്ചിട്ട് ഫണ്ട് ആഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ആദ്യം ഫണ്ട് ആഡ് ചെയ്യാനായിട്ട് പോകുന്നു. അതിന് വേണ്ടിയിട്ട് ആഡ് ഫണ്ടിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലൊരു ഇൻ്റർഫേസിലേക്ക് വരും. അവിടെ നമ്മൾ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എമൗണ്ട്, ഫോർ എക്സാമ്പിൾ ഞാനൊരു 500 റുപ്പീസ് ആഡ് ചെയ്യുന്നു. UPI ID ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന UPI ആപ്ലിക്കേഷനിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വരും. നമ്മൾ ജസ്റ്റ് ഇവിടെ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. എന്നിട്ട് ആ UPI ആപ്ലിക്കേഷനിൽ നമ്മുടെ UPI പിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതോട് കൂടിയിട്ട് നമ്മുടെ ഫണ്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ആഡ് ആവുന്നതാണ്. ഞാൻ എൻ്റെ UPI പിന്ന് ഇവിടെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഫണ്ട് ആഡ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഞാനിപ്പോൾ UPI പിന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്ത് കണ്ടിന്യൂ കൊടുത്ത സമയത്ത് ഇതുപോലെ 5 മിനിറ്റിനുള്ളിൽ ആ UPI പിന്ന് വെരിഫിക്കേഷൻ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫണ്ട് ആഡായി. ഇപ്പോൾ ഫണ്ട് ആഡ് ആയി കഴിഞ്ഞിട്ടുണ്ട്. 500 റുപ്പീസ് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ആഡ് ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ കണ്ടോ ഫണ്ടിൽ വന്ന് നോക്കുന്ന സമയത്ത് അവൈലബിൾ മാർജിൻ 500. എനിക്കിപ്പോൾ സ്റ്റോക്ക് വാങ്ങാനായിട്ട് ട്രേഡ് ചെയ്യാനായിട്ട് 500 രൂപ അവൈലബിൾ ആണ്. ഇനി നമുക്ക് എങ്ങനെ ഒരു സ്റ്റോക്കിനെ ബൈ ചെയ്യാം? മാർക്കറ്റ് പ്രൈസിൽ വന്നിട്ട് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഓർഡർ ടൈപ്പാണ് മാർക്കറ്റ് ഓർഡർ. മാർക്കറ്റ് ഓർഡറിൽ വന്നിട്ട് ഒരു സ്റ്റോക്കിനെ നമുക്ക് എങ്ങനെ ബൈ ചെയ്യാം എന്നുള്ള കാര്യം നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ സ്റ്റോക്ക് സെർച്ച് ചെയ്യുന്ന ഭാഗത്തേക്ക് വരികയാണ്. ഞാൻ ഏറ്റവും വാല്യൂ പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോക്ക് സിമ്പിളായിട്ട് സെർച്ച് ചെയ്യുന്നു, ടാറ്റ സ്റ്റീൽ എന്ന് സെർച്ച് ചെയ്ത് കൊടുത്തപ്പോൾ ടാറ്റ സ്റ്റീലിൻ്റെ NSEയിലുള്ള സ്റ്റോക്ക് ഉണ്ട്, BSEയിലുള്ള സ്റ്റോക്ക് ഉണ്ട്. നമുക്ക് ഏതെങ്കിലും ഒരു എക്സ്ചേഞ്ചിൽ നിന്ന് വാങ്ങാം. ഞാനിവിടെ NSE എന്നാണ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ബൈ സെല്ല് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടാറ്റ സ്റ്റീലിൻ്റെ ചാർട്ട് കാണാൻ പറ്റും. കറൻ്റ്ലി ടാറ്റ സ്റ്റീൽ എത്ര രൂപക്കാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ നമുക്ക് ഈ ഒരു ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാനായിട്ട് പറ്റും. കണ്ടോ, ടാറ്റ സ്റ്റീലിൻ്റെ പ്രൈസ് നോക്കുന്ന സമയത്ത് 158 രൂപ 24 പൈസക്കാണ് ഇപ്പോൾ കറൻ്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 158 രൂപ 24 പൈസ ഉണ്ടെങ്കിൽ എനിക്ക് ടാറ്റ സ്റ്റീലിൻ്റെ ഒരു സ്റ്റോക്ക് വാങ്ങാനായിട്ട് പറ്റും. ഞാനത് വാങ്ങാനായിട്ട് ബൈ എന്ന ഇതിൽ ക്ലിക്ക് ചെയ്യുന്നു. ബൈയിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ ഈ ഒരു റെഗുലർ ഓർഡർ ആക്കി ടൈപ്പ് ചെയ്ത് കൊടുക്കുക, റെഗുലർ ഓർഡർ. ദെൻ NSE എന്ന് വാങ്ങണോ BSE എന്ന് വാങ്ങണോ വീണ്ടും നമുക്ക് ഓപ്ഷൻ ഉണ്ട്. ഞാൻ NSE തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. വേണ്ട ഒരു ക്വാണ്ടിറ്റി സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഓർഡർ ടൈപ്പ് മാർക്കറ്റാണ്. അതായത് കറൻ്റ്ലി ടാറ്റ സ്റ്റീലിൻ്റെ മാർക്കറ്റ് പ്രൈസ് എത്രയാണോ ആ എമൗണ്ടിന് നമുക്ക് വാങ്ങാൻ പറ്റും. ഇവിടെ കൊടുത്തിട്ടുണ്ട് ബൈ അറ്റ് മാർക്കറ്റ് പ്രൈസ്. കണ്ടോ, ബൈ അറ്റ് മാർക്കറ്റ് പ്രൈസ്. അപ്പോൾ മാർക്കറ്റ് പ്രൈസിൽ വാങ്ങാനായിട്ട് എത്രയാണ് മാർക്കറ്റ് പ്രൈസ്? ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് 158 രൂപ 16 പൈസ. അല്ലെങ്കിൽ ഗ്രാഫിൽ കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ ഗ്രാഫ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഗ്രാഫിൽ കാണാൻ പറ്റുന്നുണ്ട് 158 രൂപ 16 പൈസ. ദെൻ ഞാനിവിടെ മാർക്കറ്റ് പ്രൈസിൽ ബൈ കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ലോങ് ടേം ആണെങ്കിൽ ഇവിടെ ലോങ് ടൈം ചൂസ് ചെയ്യാം. അതല്ല ഇൻട്രാഡേ ഇന്ന് വാങ്ങിയിട്ട് ഇന്ന് തന്നെ അവസാനിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇൻട്രാഡേ ചൂസ് ചെയ്യാം. അപ്പോൾ ഇന്ന് വാങ്ങിയ ട്രേഡ് ആണെങ്കിൽ ഇന്ന് തന്നെ നമ്മൾ ഇൻട്രാഡേയിലാണെന്നുണ്ടെങ്കിൽ അത് എക്സിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതല്ല ഞാൻ ലോങ് ടേമിലേക്ക് ഡെലിവറി എടുക്കാനാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാലത്തേക്ക് വേണ്ടി സൂക്ഷിക്കാനാണെന്നുണ്ടെങ്കിൽ ലോങ് ടേം ചൂസ് ചെയ്യാം. ഇവിടെ കാണാം വേണ്ടി വരുന്ന എമൗണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് 158 രൂപ 18 പൈസ പ്ലസ് ഒരു 16 പൈസയുടെ ചാർജസ് കൂടെ വരുന്നുണ്ട്. എനിവേ ഞാനിത് ബൈ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ബൈയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ ഓർഡർ കംപ്ലീറ്റഡ് ആയി. ഇനി ഓർഡേഴ്സിൽ വന്നു കഴിഞ്ഞാൽ കണ്ടോ ടാറ്റ സ്റ്റീലിൻ്റെ ഒരു ഓർഡർ ഞാൻ ബൈ ചെയ്തിട്ടുണ്ട്. പ്രൊഡക്റ്റ് CNC അതായത് ക്യാരി ഫോർവേഡ് ചെയ്യുന്ന പൊസിഷനാണ്. ഒരു ക്വാണ്ടിറ്റി ബൈ ചെയ്തിട്ടുണ്ട്. ആവറേജ് പ്രൈസ് 158 രൂപ 13 പൈസ. 158 രൂപ 13 പൈസക്കാണ് ഓർഡർ എക്സിക്യൂട്ട് ആയിട്ടുള്ളത്. ദെൻ ഇവിടെ പൊസിഷൻസിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ബൈ ചെയ്ത ടാറ്റ മോട്ടോഴ്സിൻ്റെ സ്റ്റോക്ക് ഇവിടെ കാണാൻ പറ്റും. ഞാൻ ബൈ ചെയ്തിട്ട് ഇപ്പോൾ പ്രൈസ് മുകളിലേക്ക് പോയതുകൊണ്ട് അവിടെ പ്രോഫിറ്റ് ആയിട്ട് കാണാൻ പറ്റും. താഴേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ലോസ് ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ സ്റ്റോക്ക് ഡെലിവറി എടുക്കുകയാണ്, ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ ദിവസം നമ്മൾ സ്റ്റോക്ക് ബൈ ചെയ്ത ആദ്യത്തെ ദിവസം അത് നമ്മുടെ പൊസിഷൻ ടാബിൽ വരും.
പൊസിഷൻ ടാബിൽ നിന്ന് നെക്സ്റ്റ് ഡേ ആവുന്ന സമയത്ത് നമ്മുടെ ഹോൾഡിങ്സിലേക്ക് വരും. കറൻ്റ്ലി എൻ്റെ ഹോൾഡിങ്സിൽ ഇപ്പോൾ സ്റ്റോക്ക് ഒന്നുമില്ല. നെക്സ്റ്റ് ഡേ നോക്കുന്ന സമയത്ത്, നെക്സ്റ്റ് ട്രേഡിംഗ് ഡേയിൽ നോക്കുന്ന സമയത്ത് പൊസിഷനിൽ നിന്ന് ആ ഒരു നമ്മുടെ സ്റ്റോക്ക് നേരെ ഹോൾഡിങ്സിലേക്ക് വന്നിട്ടുണ്ടാവും. പിന്നീട് നമ്മുടെ ഹോൾഡിങ്സിലാണ് ആ സ്റ്റോക്ക് കാണാൻ പറ്റുക. ഈ സ്റ്റോക്ക് നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ടാവും ഇവിടെ ഹോൾഡിങ്സിലേക്ക് എത്തുന്ന സമയത്ത്. അതല്ല നമ്മൾ ഇന്ന് തന്നെ ഈ ഒരു ട്രേഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ഇൻട്രാഡേ ഓർഡർ ആയിട്ട് പരിഗണിക്കും. എങ്ങനെ നമുക്കിപ്പോൾ ബൈ ചെയ്തൊരു സ്റ്റോക്കിനെ എക്സിറ്റ് ചെയ്യുക എന്നുള്ള കാര്യം കൂടെ നോക്കാം. നമ്മുടെ ഹോൾഡിങ്സിലുള്ള സ്റ്റോക്കാണ് എക്സിറ്റ് ചെയ്യേണ്ടതെങ്കിൽ ഹോൾഡിങ്സിൽ വരാം, അവിടെ വന്നിട്ട് നമുക്ക് എക്സിറ്റ് ചെയ്യാം. അതല്ല, അപ്പോൾ ഞാനൊരു ഇൻട്രാഡേ ഓർഡർ ആയിട്ട് ഇപ്പോൾ ബൈ ചെയ്ത ഈ ഒരു പൊസിഷനെ എക്സിറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ജസ്റ്റ് ഇതാ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എക്സിറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഇവിടെ എക്സിറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഇവിടെ എക്സിറ്റ്. എഗെയിൻ ഞാൻ മാർക്കറ്റ് പ്രൈസിൽ തന്നെ വന്നിട്ട് എക്സിറ്റ് ചെയ്യാണ്. അപ്പോൾ ഞാനിവിടെ സെല്ല് കൊടുത്തു. അപ്പോൾ ഞാൻ നേരത്തെ ബൈ ചെയ്ത പൊസിഷനെ ഇപ്പോൾ സെല്ല് ചെയ്തിരിക്കുകയാണ്. കണ്ടോ, ടാറ്റ സ്റ്റീൽ ഞാൻ ബൈ ചെയ്തു, സെല്ല് ചെയ്തു. ഒരു ചെറിയ ഒരു 7 പൈസയുടെ പ്രോഫിറ്റ് എനിക്ക് അവിടെ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ സെറോദ ഉപയോഗിച്ചുകൊണ്ട് മാർക്കറ്റ് പ്രൈസിൽ വന്നിട്ട് ഒരു സ്റ്റോക്കിനെ എങ്ങനെ ബൈ ചെയ്യാം, സെല്ല് ചെയ്യാം എന്നുള്ള കാര്യം പഠിച്ചു. വരും വീഡിയോസിൽ നമുക്ക് ടാറ്റ മോട്ടോഴ്സിൻ്റെ മറ്റു ഓർഡർ ടൈപ്പുകളുണ്ട്. ലിമിറ്റ് ഓർഡർ, SL ഓർഡർ, SLM ഓർഡർ, ഇതൊക്കെ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ മറ്റൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം.